ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. കേട്ടാമളും കൊറിയൻ സീരീസുകളൊക്കെ കണ്ടു തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവിടെയുള്ള ഒരാൾക്ക് കൊറിയൻ ഫുഡിനോടാണ് ഇഷ്ടം കേട്ടോ. നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തവും അതേപോലെ രുചിയിലും മണത്തിലും ഒക്കെ വ്യത്യസ്തമുള്ള ഫുഡ് എന്നെ പോലുള്ളവർക്കൊന്നും പറ്റില്ല കേട്ടോ. അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. അവർ ഈ കൊറിയൻ്റെ സീരീസും അതേപോലെ ഡ്രാമകളൊക്കെയും കണ്ട് അവരിതിൻ്റെയൊക്കെയും ഇഷ്ട കഥാപാത്രങ്ങളായി മാറി. നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ളവർക്കൊന്നും അതങ്ങനെ ഇഷ്ടമല്ല. എന്തായാലും അതിൻ്റെ മണവും രുചിയും ഒന്നും നമ്മളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. അല്ലേലും ഇതെനിക്ക് വേണ്ടിയിട്ടൊന്നും അവർ വാങ്ങിക്കൊണ്ടുവന്നത്, അത് അവർ രണ്ടാൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചതിൽ അങ്ങനത്തെ എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, കൊറിയൻ ഫുഡ് നല്ല ഹെൽത്തി ഫുഡാണ്. ഇതെന്തോ ഒരു സാധനം എന്തോ ഒരു സാലഡിൽ പെട്ട തന്നെ തോന്നുന്നു കേട്ടോ. നല്ല ഹെൽത്തി ഫുഡാണ് കൊറിയൻ ഫുഡ് എന്നൊക്കെയും പറയുന്നുണ്ട്. പിന്നെ അതവർ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരുകളൊക്കെ റൗഫും റിയമോളും പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ വോയിസ് കൊടുക്കുന്നത് വേറെ ടൈമിലല്ലേ. അതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇത് കൊറിയൻ സുഷികളായ റോൾ കിംബാബ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയിലായിട്ട് അതന്നെ തോന്നണു. അതിൻ്റെ അവർ ഓരോന്നെടുത്ത് വായിലിട്ടിരുന്നുണ്ടോ. ഞാൻ എന്തായാലും ഒരെണ്ണം ഇവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കി. പക്ഷെ എനിക്ക് നമ്മൾക്കൊരു മനസ്സിനൊരു തൃപ്തി എനിക്ക് വന്നില്ല കേട്ടോ. പിന്നെ ഈ റെഡ് കളറിൽ മുളക് വെള്ളം പോലെ ഇരിക്കുന്നത് കിംച്ചി എന്നാണ് അതിൻ്റെ ഒരു പേര് പറഞ്ഞിരുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ കിംച്ചിയിൽ മുക്കിയിട്ടൊക്കെ അവൾ റോളൊക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ അവർ രണ്ടാളും ആസ്വദിച്ച് കഴിക്കുന്നുണ്ടുമ്പോൾ നമ്മുടെ വയറ് നിറയുമല്ലോ ഓൾറെഡി. പിന്നെ ഈ റൈസാണിത് കേട്ടോ. ഈ റൈസിൻ്റെ പേര് കിംച്ചി മംഗോളിയൻ ലാബ് ഫ്രൈഡ് റൈസ് എന്നോ അങ്ങനെ എന്തോ പറയണ കേട്ടോ. കറക്റ്റ് പേര് ഞാൻ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തെറ്റിയിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. എന്തായാലും നമ്മുടെ ബീഫ് പൊറോട്ട ചില്ലി ചിക്കൻ അതിൻ്റെ ഒന്നും ഏഴായാലത്തെ എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഞാനിതിങ്ങനെ അങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമാണ് അവർക്ക്. റഫ്മോനിക്കും ഇടയ്ക്ക് ദുബായിലേക്കും വാങ്ങി കഴിക്കാറുണ്ട് പറഞ്ഞു കേട്ടോ. എന്നെ പോലുള്ളവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ യങ് ജനറേഷൻ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇത് നമ്മുടെ കുക്കുംബറിൽ എന്തൊക്കെയോ മുളകൊക്കെ തേച്ചിട്ടുള്ള ഒരു സാലഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കൊറിയൻ ഫുഡിൻ്റെ എന്താ പറയുക ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. വില കണ്ടിട്ട് ഞാൻ അന്താളിച്ച് പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.